ചിത്രം മാർക്കോയ്ക്ക് ടി.വി. പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ചിത്രം ടെലിവിഷൻ പ്രദർശനത്തിന് അനുമതി നൽകരുതെന്ന റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റിയുടെ ശുപാർശ സെൻട്രൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നു. കാളെ, വിവരങ്ങൾ. വൃന്ദ, മലയാള ചിത്രമായ അല്ലെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ വിജയം നേടിയ മാർക്കോ എന്ന ചിത്രത്തിന് ടെലിവിഷൻ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ. ഇതിൽ പ്രധാനമായും നമ്മൾ എടുത്തു സൂചിപ്പിക്കേണ്ടത്, ഈ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ എ സർട്ടിഫിക്കറ്റോടു കൂടിയാണ് ചിത്രം പുറത്തിറങ്ങിയത്. അതിൽ അത്രത്തോളം അക്രമാസക്തമായ സീനുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ ആ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ടെലിവിഷനിലേക്ക് വരുമ്പോൾ അതിന് പ്രദർശനാനുമതി കൊടുക്കുമ്പോൾ ഈ ഒരു എ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ചിത്രത്തിന് പ്രദർശനാനുമതി ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലോവർ കാറ്റഗറിയിലേക്ക് മാറ്റിയാൽ മാത്രമേ അത് പിന്നീട് ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാൻ പറ്റൂ. അത്തരത്തിലുള്ള ഒരു അപേക്ഷ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അടക്കം, നിർമ്മാതാക്കൾ അടക്കം കൊടുത്തിരുന്നു. പക്ഷേ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് മുൻപ് റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റി പറഞ്ഞിരുന്നത് ഇത് യു സർട്ടിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ U-BAR സർട്ടിഫൈഡ് ആയിട്ടോ ഈ ചിത്രത്തിനെ മാറ്റാൻ കഴിയില്ല, കാരണം അത്രത്തോളം അക്രമമുണ്ട് എന്നുള്ള തരത്തിൽ തന്നെ ായിരുന്നു. പിന്നീട് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിലേക്ക് വന്നപ്പോഴും റീജിയണൽ എക്സാമിനേഷൻ കമ്മിറ്റി നൽകിയ ഒരു ശുപാർശ പ്രകാരം ആ ഒരു ശുപാർശ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അംഗീകരിക്കുകയായിരുന്നു. ഈ ചിത്രത്തിന് ഇനി ടെലിവിഷനിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല നിലവിലെ സാഹചര്യം വെച്ച് എന്നത് തന്നെയാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അവർ മറ്റൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലെ അക്രമാസക്തമായിട്ടുള്ള അധികം സീനുകൾ വെട്ടിമാറ്റി വീണ്ടും ഒന്നുകൂടി അപേക്ഷിക്കാം എന്നുള്ളതാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇതിൽ പ്രധാനമായും അണിയറ പ്രവർത്തകർക്കടക്കം നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത കാലത്ത് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ള അക്രമ സംഭവങ്ങളെയെല്ലാം ഈ സിനിമയുമായി ബന്ധപ്പെടുത്തി വിമർശനം ഉന്നയിക്കുന്നൊരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അത്തരത്തിലൊരു സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ മാർക്കോയ്ക്ക് നിലവിൽ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത്. വൃന്ദ.